അപ്പോൾ പിന്നെ മിമിക്രിയിലുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഒരു മിമിക്രിക്ക് പോയ സമയത്ത് അന്ന് ആദ്യമായിട്ട് ഈ കള്ളുകൂടിയൻ്റെ ഐറ്റം ഉണ്ടാക്കിയത് ഞാനാണ്. അതും ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്നൊരു കള്ളുകൂടിനായിട്ട് കയറി വരുമ്പോൾ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ച് പറയും, ഈ പരിപാടി നടത്തുന്ന കമ്മിറ്റിക്കാർ ആരിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഏതോ ഒരു മദ്യപാനി ഇതിന് കുഴപ്പം ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ പിടിച്ചു മാറ്റാണ്ട് പരിപാടി തുടങ്ങില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയും, ആരായാലും ഇവിടെ ഒരു ഇതില്ല, എൻ്റെ കമ്മിറ്റിക്കാരാരാ അങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഇടി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിക്കാർ വരുന്ന കാണുന്ന അതേ സ്പീഡിൽ ഞാൻ ഓടും സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടറിയാം, അയ്യോ ഇത് മിമിക്രി ആയിരുന്നു. അപ്പോഴാണ് സത്യസന്ധമായിട്ട് അറിയുന്നത്. ഞാൻ അങ്ങനെ എറണാകുളത്തൊരു ഷോയ്ക്ക് ഞാനവിടെ ചെന്നു. കലാഭവൻ്റെ അച്ഛൻ ഞങ്ങളുടെ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. പൊളി പരിപാടിയാണോ നല്ല പരിപാടിയാണോ എന്നറിയാൻ. അങ്ങനെ അച്ഛൻ ഈ ഐറ്റം കണ്ടിട്ടില്ല. അങ്ങനെ അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കലാഭവൻ്റെ അച്ഛനാ കലാഭവൻ്റെ പരിപാടി. അച്ഛൻ ഒരു ഓട്ടോ ഓടിയിട്ട് ഏത് വഴിക്ക് അച്ഛൻ പോയെന്നറിയില്ല. പക്ഷേ അച്ഛൻ പോയതിൻ്റെ പുറകെ പരിപാടിയൊക്കെ അന്തസ്സായി. പിന്നീട് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ന്യൂ ഇയർ പരിപാടിക്ക് മാഹിലി വന്നു. ഈ അച്ഛനെ പേടിപ്പിച്ച എൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് നല്ല ചാപ്പാട്. എൻ്റെ ചുണ്ടൊക്കെ ഈ കോലത്തിലേക്ക് ഇടി കിട്ടിയിട്ടു. ചുണ്ട് കീറി ഷർട്ട് ജുബ്ബ കീറി വന്നിട്ട് പറഞ്ഞു, ഞാൻ കിടക്ക കലാഭവൻ്റെ മുകളിൽ. അച്ഛനിങ്ങനെ കാണിക്കുള്ളൂ, മണിയെ ഇനി വിളിച്ചാൽ പറഞ്ഞു. ഞാൻ വന്നു ഇതൊക്കെ വെച്ചിട്ട് വന്നേക്കാം. എന്നെ സൈഡ് വീർത്തിരിക്കുന്ന അല്ല, അച്ഛൻ കുടിയൻ്റെ ഒരു ഐറ്റം ഉണ്ടായി കിട്ടണമല്ലോ. ഞാൻ ഓട്ടേ എനിക്കും എൻ്റെ കർത്താവിനെ അറിയത്തുള്ളൂ. അതിന് കിട്ടിയതാ നന്നായി. പക്ഷെ അച്ഛൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വരെ ചിരി തോന്നി. അങ്ങനെ ഈ കള്ളുകൂടിയൻ്റെ ഐറ്റം അവതരിപ്പിച്ചിട്ട് കുറേ സ്ഥലത്തു നിന്ന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ ക്രെഡിറ്റായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. കാരണം ചില കള്ളുകൂടിയന്മാരെ അങ്ങനെയാണ്, എന്തെങ്കിലും നമ്മളോട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അവർക്ക്. അപ്പോൾ അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലേ എന്തേ നമ്മൾ ശരിയല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ. അപ്പോൾ ഈ അതാണ് ഇപ്പം നമ്മൾ സരസുവിൻ്റെ മോളും നമ്മളെ രാഘവൻ്റെ മോനും തമ്മിൽ എന്തേ. അപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുന്ന കുറേ അവർക്ക് നമ്മളോട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് കള്ളുകൂടിയന്മാരുടെ ഐറ്റംസിൽ തന്നെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മിമിക്രിയിൽ നിന്നും ഇങ്ങനെയും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.